വീട്ടിൽ പാരൻസ് തമ്മിൽ വല്ലാണ്ട് ദേഷ്യപ്പെട്ട് ചൂടായിട്ട് നന്നായിട്ട് കലഹം നടക്കും. ആ സമയത്ത് അവർ കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് അവർ മറക്കും. പക്ഷെ കുട്ടികൾക്കത് ആ സമയത്ത് വെറും ശബ്ദം മാത്രമാവില്ല. അത് കുട്ടിയുടെ മനസ്സിനെ അത് വല്ലാണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും. കാരണം കുട്ടി അത് നിശബ്ദമായിട്ട് കേട്ടിരിക്കുകയാണ്. ആ സമയത്ത് പാരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ജയിക്കാൻ വേണ്ടി എന്തും പറയും. അതൊക്കെ ആ കുഞ്ഞു ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചിട്ട് കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ദേഷ്യം നമ്മൾ പോയി പഠിക്കുകയെന്ന് അറിയും. കുട്ടി ബുക്ക് തുറന്ന് വെച്ചിട്ടുണ്ടാവും. കുട്ടി ബുക്ക് തുറന്നാണ്, പക്ഷെ കുട്ടിക്കൊരിക്കലും കുട്ടിയുടെ മനസ്സ് തുറക്കാൻ പറ്റൂല. കാരണം അവിടെ മുഴുവൻ മുറിവുകളും വേദനകളും ആയിരിക്കും. അപ്പോൾ നല്ലൊരു പഠനാന്തരീക്ഷം, അതായത് പാരൻസ് തമ്മിൽ കലഹമുള്ള ഒരു വീട്ടിലെ കുട്ടിക്ക് ഒരിക്കലും ഉയർന്നിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ വേറെ ചിന്തിക്കാനോ പറ്റൂല. കുട്ടിയുടെ ഈ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് കുട്ടി വല്ലാണ്ട് ഡിപ്രസ് ആയിരിക്കും. അത് കുട്ടിയുടെ പഠനത്തെ വല്ലാണ്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ പേരൻസിന് അങ്ങനെ ദേഷ്യപ്പെടണം അല്ലെങ്കിൽ കലഹിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഒന്നെങ്കിൽ കുട്ടികളില്ലാത്ത സമയം നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കുട്ടി കാണുന്ന രീതിയിലായി ചെയ്യാണ്ടിരിക്കുക. അങ്ങനെയുള്ള കുട്ടികൾക്ക് വരും കാലഘട്ടത്തിൽ ഇത് കുട്ടിയെ വല്ലാണ്ട് ബാധിക്കും. പിന്നെ നമ്മൾ കുട്ടി പഠിക്കുന്നില്ല അല്ലെങ്കിൽ കുട്ടി അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ അത്രയും ഒച്ചയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിശബ്ദമായിട്ട് മുറിവേൽപ്പിച്ചൊരു ഹൃദയമായിരിക്കും അത്. പിന്നെ അത് കുട്ടി എത്ര മുതിർന്നാലും കുട്ടിയുടെ മനസ്സിനെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു വീട്ടിൽ കുട്ടിക്ക് പഠിക്കാൻ അല്ലെങ്കിൽ നല്ലൊരു ലെവലിൽ എത്തണമെങ്കിൽ, നല്ലൊരു പഠനാന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും രക്ഷിതാക്കൾ കുട്ടികളുടെ മുന്നിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക.